ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നയനയ്ക്ക് പിടി വീണു കേട്ടോ. നയനയുടെ കയ്യൊപ്പ് അത് നമ്മുടെ ആദർശിന് കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. നയന എന്തൊക്കെയോ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദർശ് പവിത്രയെ എടുത്തിട്ട് കുടഞ്ഞു. ശരിക്കും പവിത്രയെ അങ്ങനെ അവിടെ നിന്ന് ചോദ്യം ചെയ്ത് പവിത്രയെ കൊണ്ട് വായിലുള്ളത് ചാടിപ്പിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ ശ്രമിക്കുക. പക്ഷേ പവിത്ര ആരാ പൊന്നുമോള്? പവിത്രയാണെങ്കിൽ ഒരു പരിധി വിട്ടൊന്നും പറയുന്നുമില്ല. പക്ഷേ നമ്മുടെ ആദർശ് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ അവസാനം ആ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിക്കാൻ വരെ പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരി പെട്ടു. സാർ അങ്ങനെയൊന്നും വിളിക്കാനൊന്നും പറ്റത്തില്ല, ഇതാണെന്നൊക്കെ പറയുമ്പോൾ അതെന്താ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഫ്രണ്ട്സായിട്ട് ഒന്ന് വിളിക്കാൻ കൂടിയുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? എന്താണെങ്കിലും താനൊന്ന് വിളിക്കും, നമുക്ക് നോക്കാം, വിളിച്ച് കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുള്ളിക്കാരി ഫോൺ എടുത്തങ്ങ് വിളിച്ചു കഴിഞ്ഞപ്പോൾ പേടിച്ചാണ് വിളിക്കുന്നത്. ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു, വീണ്ടും വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഒന്നുകൂടി വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിർബന്ധിച്ച് വിളിപ്പിക്കുക. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും റിങ് ചെയ്തു. അപ്പോൾ അതേ ഈ കോള് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പവിത്രേ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. സാറിന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ആന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഹലോ എന്ന് ആദർശ് വെച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ നയന ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ആ കുട്ടി ഫോൺ കട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. വേഗം അത് പിന്നെ എന്തെങ്കിലും റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കും സാറെന്ന് പറഞ്ഞു കിടന്ന് ഇങ്ങനെ ഉരുളുവാണ് പവിത്ര. ഇനിയിപ്പോൾ കൂടുതൽ കിടന്ന് ഉരുളുണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ പവിത്ര പേടിച്ച് വിറച്ച് ജീവനും കൊണ്ട് ഓടി. അത് ശരിയല്ലല്ലോ, എന്തൊക്കെയോ ഇതുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേഗം നയനയുടെ നമ്പറിലേക്ക് ആദർശ് എടുത്ത് വിളിക്കുക. അപ്പോൾ ആദർശ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയന അവിടെ നിന്ന് ജോലികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെടുക്കുമായിരുന്നു നീ എന്ന് ചോദിച്ചു. ഞാനെന്ത് ചെയ്യാനാ, ഞാനൊന്നും ചെയ്യണില്ല, ഞാൻ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നിന്നെക്കൊണ്ട് അതിനെ കൊള്ളത്തുള്ളൂ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വന്നിരുന്ന പവിത്രയോട് ചോദിച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അതൊക്കെ ചെയ്തിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്കല്ലെങ്കിൽ മരിക്കോലം വരയ്ക്കാനും കഞ്ഞിയും കറിയും വെക്കാനും എല്ലാം അറിയുള്ളൂ, അതിനപ്പുറം ഒന്നും നിനക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അതായത് നമ്മുടെ നയനയെ പ്രലോഭിപ്പിച്ച് സംസാരിക്കുന്നു. ആദർശ് അങ്ങനെയൊക്കെ ഇങ്ങനെ എരിവ് കയറ്റി സംസാരിക്കുമ്പോഴേക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അരിക്കോലം വരയ്ക്കാനും അടുക്കളപ്പണിക്ക് മാത്രമൊന്നുമല്ല അറിയാവുന്നത്. പെൺകുട്ടികളെ വീട്ടിൽ തളച്ചിടുന്ന നിങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള അർഹതയില്ല. അങ്ങനെ പെൺകുട്ടികളെ വീട്ടിൽ തളച്ചിടാതെ അവരവരുടെ കഴിവുകൾക്ക് വേണ്ടി അവരവരെ തുറന്ന് പറക്കാൻ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശിനോട് നയന പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ, നിന്നെ പറക്കാൻ അനുവദിക്കേണ്ട കുഴപ്പമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് ദേഷ്യം വന്നു. അല്ലെങ്കിലും എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അപ്പോൾ ആ ഒരു ചിത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് ആലോചിക്കുന്നു. പിന്നെ ഈ പവിത്ര പറഞ്ഞ കാര്യങ്ങൾ പറ്റി അതെല്ലാം ആലോചിച്ച് ഇതിനെ എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ നൂലാമലകൾ കെട്ടിമറിഞ്ഞ് കിടക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ആദർശ് ഇത് കണ്ടുപിടിക്കണമെന്ന് തന്നെ തീരുമാനിച്ച് കുറച്ച് അങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ അവിടെ ഭയങ്കര അഭിനയം കാര്യങ്ങൾ, നവ്യയ്ക്ക് തീരെ വയ്യ, നവ്യ തകർന്നു വീഴുന്നു, നവ്യ തലകറങ്ങി വീഴുന്നു, നവ്യയ്ക്ക് ഛർദി വരുന്നു, പറയാൻ പറ്റാത്ത വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ എല്ലാവരും കൂടെ അപ്പോഴത്തേക്കും നവ്യയെ വന്ന് പൊതിഞ്ഞ് അവിടെ കൊണ്ട് ഇരുത്തി പെട്ടെന്ന് എല്ലാവരും വന്ന് തിരുമ്മി കൊടുക്കുന്നു, അത് ചോദിക്കുന്നു ഇത് ചോദിക്കുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ നയന പേടിച്ച് വിറച്ച് നിൽക്കുക. ദൈവമേ, ഇനി വല്ല ഡോക്ടറും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ അത് വേറെ കിട്ടും, എന്ത് ചെയ്യും എന്നോർത്തിട്ട് നയനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. നവ്യയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഈ നവ്യയ്ക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ട് ഒരു ഗർഭിണിയായ മോള് അതിൻ്റേതായ ആ ഒരു അടയാളങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ലെന്ന്. പക്ഷേ ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ, മോളുടെ അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി, മോൾക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയെന്ന് പറയുമ്പം എങ്ങനെ ഉണ്ടാകാതിരിക്കും, അതുപോലെ അല്ലായിരുന്നു ഇന്നത്തെ കസർത്ത് എന്ന് ദേവ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കൊഞ്ചിക്കലായി, അതുപോലെ തന്നെ വർത്താനം പറച്ചിലായി, പിന്നെ മോളെ ഉപദേശിക്കലായി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നവ്യ താരത്തോണിയിലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. നയനയാണെ പേടിച്ച് പറിച്ചിങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ
അനിയൻ ഏർപ്പാടാക്കിയ ജോലിക്ക് നന്ദു ഇറങ്ങുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ കുടുംബത്തെ പോറ്റാൻ എന്നുള്ള ആ ഒരു ധൈര്യത്തോടെ അതിനെനിക്ക് കഴിയുമെന്നുള്ള തൻ്റെ ഇടത്തോടെ നന്ദു പുതിയ ജോലിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അതും അനിയാണ് ഇതൊക്കെ റെഡിയാക്കി കൊടുത്തത് എന്നുള്ള കാര്യമൊന്നും നന്ദുവിന് അറിയില്ല. എന്തായാലും നന്ദു വളരെ ഹാപ്പിയാണ്. നന്ദുവിന് ആ ജോലി കിട്ടിയതോടുകൂടി അച്ഛനും അമ്മയ്ക്കും കുറച്ചൊന്ന് ആശ്വാസമായി. ഇനിയിപ്പോൾ പട്ടിണി കിടക്കാതെയും പലിശക്കാരുടെ ശല്യമില്ലാതെയും എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടിയും ജീവിച്ച് പോകാം എന്നൊക്കെയുള്ളൊരു ധൈര്യം. അങ്ങനെ അവർ ആ ഒരു കാര്യവുമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ചേച്ചിമാർ ഇതൊന്നും അറിയണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ധാരണയിലെത്തിയിരിക്കുന്നത്. നവ്യയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നയന ഇതൊക്കെ അറിഞ്ഞാൽ വളരെ വേദനിക്കും, വളരെയേറെ വിഷമിക്കും. അതുകൊണ്ട് നയനയൊന്നും ഈ കാര്യങ്ങൾ അറിയരുത് എന്നും പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലൊരു ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവയ്ക്ക് അരികിലേക്ക് ജലജ ചെല്ലുക. ജലജ ചെന്ന് ദേവയെക്കുറിച്ച് ഉപദേശിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും നീ ആദ്യം നിന്റെ മരുമകളെയും മകനെയും നിലയ്ക്ക് നിർത്താൻ നോക്കുക, എന്നിട്ട് മതി എന്നെ ഉപദേശിക്കലെന്നും പറഞ്ഞ് ദേവ ദേഷ്യപ്പെടുമ്പോൾ, ഏട്ടത്തി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തതിനേക്കാൾ 10 ഇരട്ടി ശക്തിയോടെ അല്ല 10 മാറ്റോടു കൂടിയാണ് ഏട്ടത്തിയുടെ മകനെ ഏട്ടത്തി ലാളിച്ചു വളർത്തിയത്. ആ മകന് ഇപ്പോൾ സ്നേഹം ആരോടാണെന്ന് ചോദിച്ചാൽ ആരോടാണെന്ന് പറയും. അമ്മയോടാണോ ഭാര്യയോടാണോ കൂടുതൽ സ്നേഹമെന്ന് ചോദിച്ചാൽ മിക്കവാറും ഭാര്യയുടെ തട്ട് പൊങ്ങി നിൽക്കാൻ തന്നെയാണ് സാധ്യത. ഏട്ടത്തി അല്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ദേവയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുക്കുകയാണ് ജലജ. നോക്കിയും കണ്ടൊക്കെ നിന്നാലേ മകൻ കൈവിട്ട് പോകാതിരിക്കും. അവളൊരു ആന സൂത്രശാലിയാണ്. ആനമണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല. അവൾ നല്ല ഒന്നാന്തരമായിട്ട് അവനെ കയ്യിലാക്കി എടുത്തിരിക്കും. ഏട്ടത്തി അവൻ തള്ളിപ്പറയും തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മനസ്സ് ടെൻഷനിലേക്കാക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയ്ക്ക് കലിപ്പ് കയറും. ദേവ ഇതെല്ലാം ഈ നയനയോട് തീർക്കും എന്നൊക്കെയുള്ളൊരു വിചാരവും കാര്യങ്ങളൊക്കെയാണ് ജലജയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജലജ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുണ്ട്. നാളത്തെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.